ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പുതുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തോട്ട് ഇടാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3/4 സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. വേണമെങ്കിൽ 1 സ്പൂൺ ഇടാം, അല്ലെങ്കിൽ എരിവ് കുറവ് വേണ്ടവർക്ക് ഒരു 1/2 സ്പൂൺ മതി. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 1/2 ചെറിയ സ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് വേണ്ടത് 1-2 സ്പൂൺ ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. അപ്പോൾ ഇതൊരു ലൂസ് ബാറ്ററാണ് വേണ്ടത്, തിക്കല്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കേണ്ട സംഭവമാണ്, അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ തിക്കാണ്, തിക്കല്ല വേണ്ടത്, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, വെള്ളം പോലെ തന്നെ ഇരിക്കണം. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. അപ്പം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടുപ്പ് വെച്ച് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് നമുക്ക് ഗ്യാസ് ഓണാക്കി ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം, വേവിച്ചെടുക്കാം. ചെറിയ തീയെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് കുറുകിപ്പോവും. അപ്പോൾ പിന്നെ വേഗത്തില്ല. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും, ഇത് കട്ടിയായിപ്പോവും. അപ്പം വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചെറിയ തീയിൽ ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പം നമ്മുടെ കടലമാവെല്ലാം തണുത്തിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത്, ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്നാക്ക് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ആയാലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത്. ഇപ്പം മല്ലിയില ആയാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ. അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് ആദ്യം കൈ ഒന്ന് നനയ്ക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്കൊരു ഷേപ്പാക്കി എടുക്കണം. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ബോളായിട്ടാണ് വേണ്ടവർക്ക് ബോളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്.
ഷേപ്പൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഒരുപാട് അങ്ങ് കട്ടിക്കും പരത്തണ്ട, ഒരുപാട് കട്ടി കുറച്ചും പരത്തണ്ട. അപ്പോൾ ഞാൻ ആദ്യത്തെ ഉണ്ടാക്കി, അത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് ബാക്കി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനെല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. നമ്മളിപ്പം റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ സിലിണ്ടർ ഷേപ്പോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനി ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇത് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. എണ്ണ ഒന്ന് നന്നായി ചൂടായിട്ട് നമുക്കിത് ഓരോന്ന് പെറുക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമുക്ക് കോരി മാറ്റാം. ഇത് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ലാസ്റ്റ് 2 പീസുള്ള അതും ഫ്രൈ ചെയ്തെടുത്തു. ഈ ഒരളവിൽ നിന്ന് എനിക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ ചൂടുണ്ട്. ഇത് ബണ്ണിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് ബണ്ണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിലൂടെ കാണുന്നതിലേക്കും ബൈ.